ഞങ്ങൾ ഇക്കായി കാണാൻ വേണ്ടി ഇക്കാടെ അവസ്ഥ വളരെ മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇക്കാടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഞങ്ങളോട് വിളിച്ച് പറയുകയുണ്ടായി. ഇക്ക ഒരുപാട് വേദികളിൽ അഭിനയിച്ച കാര്യങ്ങളും ഇക്കാടെ കലാവിരുതിനെ പറ്റിയും അഭിനയ മികവിനെ പറ്റിയും അതേപോലെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഇക്ക അഭിനയിച്ച് പഠിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും ജനമനസ്സുകളിൽ നിൽക്കുന്നു. അതിന് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു ഉദാഹരണം വിനയൻ സാറിൻ്റെ അത്ഭുത ദ്വീപ് എന്ന മഹാചിത്രത്തിൽ അഭിനയിക്കുക എന്നുള്ള ഒരവസരം ഇക്കായി തേടിയെത്തി. അപ്പം ആ അഭിനയ മികവ് ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇക്കാടോടുകൂടെ പല സ്റ്റേജുകളിലും ഒരുപാട് കലാകാരന്മാർ അഭിനയിച്ച് അവരോടൊപ്പം അഭിനയം പ്രതിഫലിപ്പിച്ച ഷെഫീഖായി തീർച്ചയായും ഞങ്ങൾ പ്രേക്ഷകരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഞങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ടായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ലോട്ട് അടയ്ക്കാനൊരു മാർഗമില്ലായിരിക്കുക ഞങ്ങളൊക്കെയാണ് ഞങ്ങളുടെ കലാകാരന്മാർ ഈ പൊക്കം കൊണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഞങ്ങളെല്ലാവരുടെ ജീവിതം ഞങ്ങൾക്ക് വലിയൊരു ചെയ്യുന്ന പോലെയുള്ള ജോലി ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അവർ ചെയ്യുന്നതിനെക്കൂടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്നതിനെക്കൂടെ വെയിറ്റ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പൊക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ജനിച്ചു പോയില്ലേ, ജീവിക്ക് തീർക്കണ്ടേ? ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു വിരുദ്ധയാണ്. പക്ഷെ ഞങ്ങൾ സുഹൃത്ത് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നെങ്കിലും ഇവിടെ വന്ന് കണ്ട അവസ്ഥ ഞങ്ങളുടെ മനസ്സൊരു ക്ഷമിപ്പിക്കുന്നതാണ്. ഇത്രത്തോളം അവസ്ഥ മോശമായ ഒരു കലാകാരനാണ് എന്ന് ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിൽ ഞങ്ങൾക്കും വലിയ ദുഃഖമുണ്ട്. തീർച്ചയായും ഇത് കാണുന്ന ഇക്കാടെ കൂടെ ഓരോ സ്റ്റേജ് പ്രോഗ്രാമിലും അഭിനയിച്ചവരും ടെലിഫിലിമിലും മറ്റും അഭിനയിച്ച എല്ലാ കലാകാരന്മാരും ഇക്കായെ തേടിയെത്തും, ഇക്കായെ സഹായിക്കും. ഇത് ഉറപ്പാണ്. എനിക്ക് അത്യാവശ്യം എന്തെങ്കിലും ഈ മണിക്ക് കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ ആകെ ബുദ്ധിമുട്ടി വിഷമിച്ച് അവിടെ നിന്ന് ഞാൻ ഒരാളുടെ നിന്ന് കടം മേടിച്ചാൽ ഞാൻ സത്യത്തിൽ മീൻ മേടിച്ചത് കിട്ടിക്കറിയില്ലേ കണ്ടാൽ അത്ര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം 50 രൂപ മേടിച്ചിട്ട് മീൻ മേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥ. കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല ഇതുവരെ. പിന്നെ വീട്ടിൽ ഒരു പാല് മേടിക്കണം തന്നെ 10-26 രൂപ വേണം. അതിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴും. അടുക്കള ഒരു കറിയും ഒരു ചോറും, വേറെ ഒന്നുമില്ല ഇവിടെ. ഇതൊക്കെ ഇന്നത്തെ പഴയതൊക്കെ എന്ത് കളയാൻ പറ്റിയിരിക്കുന്നത്? ഇത് രാവിലത്തെ വഴി പുട്ട്, വേറെ ഒന്നുമില്ല, സ്പെഷ്യൽ ഒന്നുമില്ല. കൂടിയാണ് ഇവിടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കേണ്ട സാധനങ്ങളാണ്. മനസ്സിലായില്ലേ? എന്താ ഞാൻ കഴിക്കാൻ പോയത്? ഇതിന് ഇനി ഒരുപാട് വാങ്ങാനുണ്ട്. സാമ്പത്തികം കൊണ്ട് വാങ്ങാൻ പൈസ ഇല്ല. ഇതെല്ലാം ഈ മരുന്നുകൾ മൊത്തം ഞാൻ കഴിക്കുന്നതാണ്. ഇത്രയും മേടിക്കും. പിന്നെ ഇനിയിപ്പോൾ ഇനി കടയിൽ നിന്ന് വാങ്ങാൻ വേറെ ഇപ്പോൾ തുണ്ടും പൈസ ഇപ്പോൾ വാങ്ങണം, പൈസ ഒപ്പിച്ച് വാങ്ങണം. ഇനി അങ്ങനത്തെ രസം. ഇത്രയും ഗുളിക ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആർക്കും പറഞ്ഞ് വിശ്വസിക്കുമോ? ആഹാരം കഴിപ്പ് കുറവാണ്. ഇതാണ് കഴിപ്പ്. വീട്ടിലെ അതിൻ്റെ തുണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. എന്താ കണ്ണാടി എടുക്കാനുള്ള തുണ്ടാണ്. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിന് ഞാൻ പോവാതിരിക്കുക. 1600 വേണം. അതും ചെയ്യുന്നില്ല. എന്താണ് മക്കൾക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ, ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നിനൊരു മാർഗ്ഗമില്ല. ഒന്നിനും ഒരു തള്ളുവണ്ടി എടുത്ത് എന്തെങ്കിലും കച്ചവടം കഴിഞ്ഞാൽ ആ തള്ളുവണ്ടി തന്നെ സെക്കൻഡ് ഹാൻഡ് സാധനം തന്നെ വേണമെങ്കിൽ 10-15,000 രൂപ അതിന് വേണം. പിന്നെ അതിനകത്തുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഒരു 35 രൂപ കൈ വേണം. 35 പൈസ സഹായിക്കാൻ ആരുമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് അസുഖം വന്നതിന് ശേഷം എനിക്ക് മനസ്സിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം വെച്ചാൽ മരിച്ചു പോകുന്ന എപ്പോഴും മരിച്ചു പോകും, അത് വേറെ കാര്യം. ഇത് എന്താണ് അസുഖം? ഈ മുഖത്തൊക്കെ ഇങ്ങനെ മുഖം ഒരുമാതിരി നീര് കണക്ക് വീങ്ങില്ല. എന്തുകൊണ്ടാണ് എന്ന്
അറിഞ്ഞാലേ മനസ്സത്വ സമാധാനം ഉണ്ടാവും. എല്ലാം വേറെ പിന്നെ രാത്രി ഇടയ്ക്കൊക്കെ ഈ ഉറക്കത്തിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടോ ഭയം പോലെ വന്നാൽ നെഞ്ചിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ കാലും കൈയൊക്കെ നല്ല വേദന എപ്പോഴും, മുട്ടും കാലും ഒക്കെ. പള്ളിയിലൊക്കെ നിസ്കരിക്കാനൊക്കെ പോകുമ്പം ഇത് നിസ്കരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വേദന എനിക്ക്. അതിൻ്റെ തീ കൊള്ളി കൊണ്ട് കുത്തിയ വേദന കാലിൻ്റെ ഈ ഉൾഭാഗമില്ല. 20 രൂപ ഒരു 20 രൂപ എടുക്കാൻ പോലും ഇല്ല. എൻ്റെ കാര്യങ്ങൾ നാട്ടുകാർ അറിയണം, ഇതിലൂടെയും അറിയണം. അത്ഭുത ഈ സിനിമയിൽ ചെന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ചെന്ന് അവരിങ്ങനെ എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം 100 രൂപ ശമ്പളവും പറഞ്ഞ് നമുക്ക് ഫുഡും ഒക്കെ എല്ലാം റൂമിൽ 4 പൊക്കം കുറഞ്ഞ് 4 പേര് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഇടയ്ക്ക് വെച്ച് ഭക്ഷണത്തിന് ഉറപ്പാൻ നോക്കി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ ആക്കി, കുഴപ്പമില്ലാതെ പോയി. സാമ്പത്തികം മാത്രം തിരിഞ്ഞെടുക്കത്തില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഞങ്ങൾ ബന്ധപ്പെടുമായിരുന്നു. പിന്നെ ഈ സുഖമില്ലാതിന് ശേഷം വീട് വിട്ട് പോകാത്തതുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടലൊന്നും ഇല്ല. ഫോണിലുള്ള ബന്ധപ്പെടലേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം അവരും കുറച്ചൊക്കെ അവരുടെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പിന്മാറി നിൽക്കുന്നു. എന്നാലും എന്നെ മുടങ്ങാൻ വിളിക്കുന്ന പ്രദീപാണ്, വേറെ സഹപ്രവർത്തകരും വിളിക്കാറില്ല. പഴയ ഡാൻസിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു, അവർ ഒരു തവണ വിളിച്ചൊരു ഒരു അനുമോദനമൊക്കെ തന്നു, 5000 രൂപ ക്യാഷ് പ്രൈസൊക്കെ തന്നു വിട്ടായിരുന്നു. അപ്പം അവരും ഇപ്പോൾ ഇത്തിരി പിന്നിലാണെന്നാണ് തോന്നുന്നത്. അവശരായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട. കാരണം വെച്ചാൽ അത് എൻ്റെ അനുഭവം വയ്ക്കാൻ പറയണമെങ്കിൽ ഞാൻ ഇത്ര അവശരായപ്പോൾ ഇപ്പം എന്നെ ആർക്കും വേണ്ട, അത് തന്നെ. പിന്നെ എൻ്റെ നാട്ടുകാരുള്ളത് കൊണ്ട് ഞാൻ തണ്ണി നിർത്തിയൊക്കെ പോകുന്നു, അത്ര തന്നെ. നമ്മുടെ നാട്ടുകാർ എൻ്റെ കുഞ്ഞുങ്ങളെ സഹപ്രവർത്തകർ പിള്ളേർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പം അവരെ കയ്യിലുള്ളത് അവരെ കൊണ്ടാവുന്നത് നമുക്ക് തരും. നമുക്കതൊരു സന്തോഷമാണ്. കാരണം വെച്ചാൽ നമുക്ക് അവർ 500 എന്നാൽ 5000 കിട്ടുന്ന പ്രതിഫലമാണ്. ആ ലെവലിൽ ഞാൻ അതൊക്കെ സ്വീകരിക്കത്തുള്ളൂ. കാരണം വെച്ചാൽ അത്ര ബുദ്ധിമുട്ടും കഷ്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പം. അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടാണ്. കാണുന്ന വെച്ചാൽ മെയിൻ പ്രശ്നം ഞാൻ സുഖമില്ലാത്ത ഒരവസ്ഥയിലാണ്. 3 പ്രാവശ്യം എനിക്ക് അറ്റാക്ക് വന്ന് പിന്നെ പ്രായമൊക്കെ ഇത്ര ആയപ്പോഴത്തേക്ക് പഴയ ആൾക്കാർക്ക് നമ്മളെ വേണ്ടല്ലോ. അതുകൊണ്ട് പരിപാടിക്കൊന്നും പോകുന്നില്ല, സുഖമില്ലാത്തതുകൊണ്ട് പോകാത്തതാണ് മെയിൻ കാരണം. അതാണ്. അപ്പോൾ ഈ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരൊക്കെ വിളിക്കാറൊക്കെ ഉണ്ടോ? സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ എന്നെ വിളിക്കാനുള്ള പ്രദീപ് മാത്രം, പെരുമ്പാവൂർ പ്രദീപ് മാത്രം ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അല്ല വേറെ പിന്നെ പത്തനംതിട്ട പ്രദീപും വിളിക്കാറുണ്ട്. അല്ലാതെ വേറെ ആരും എന്നെ അങ്ങനെ വിളിക്കാറില്ല. ദയനീയമാണ് ഇപ്പോഴും. എനിക്ക് പറയുന്നത് നടക്കണമെന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടിൽ ജീവിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. കറണ്ട് ബില്ലൊന്നും അടച്ചിട്ടില്ല ഇവിടെ. പിന്നെ ഞങ്ങളുടെ നാട്ടുകാർ കഴിഞ്ഞ നോൻപിൽ തന്ന അരിയുണ്ട്, അരി വെച്ചിട്ട് ഇതിൻ്റെ കൊണ്ട് കിടക്കുക. അല്ലാണ്ട് വേറെ ഞങ്ങളെ കൊണ്ട് വേറെ മാർഗ്ഗം, ഒരു വരുമാനമില്ല. ദയനീയമായ അവസ്ഥയാണ് ഇപ്പം എൻ്റെ. ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല. ഗുളിക മേടിക്കാനോ മരുന്ന് വാങ്ങാനോ വീട്ടിൽ പിന്നത്തെ അന്നത്തിനുള്ള വകയോ ഒന്നുമില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. സഹായിക്കാൻ പോലും ആരുമില്ല. പിന്നെ എൻ്റെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടു. അതൊരു വലിയ ഉപകാരമാണ് എനിക്ക് ചെയ്തു തന്നത്. അത് ഞാൻ മരിച്ചാലും മറക്കില്ല. ഇഷ്ടം പോലെ പ്രോഗ്രാം എൻ്റെ വീട്ടിൽ ആനന്ദമായിട്ട് ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് ഞങ്ങൾ വന്നതാണ്. നല്ല ജീവിച്ചതാണ്. അതുകൂടാതെ ഈ ചായക്കച്ചവടം ചെയ്തതാണ് ഈ അടുത്ത കാലത്ത്. ചായക്കച്ചവടം ചെയ്ത് ഞാൻ ഒന്നുമില്ല, പട്ടിണിയില്ല പോവാണ്. 10 300 രൂപ 250 രൂപ 300 350 അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നേ. ഞങ്ങളുടെ അന്നത്തിനുള്ള വക കിട്ടുമായിരുന്നു. പെട്ടെന്ന് അവിടെ വെച്ചാണെങ്കിൽ 2ാമത്തെ അറ്റാക്ക് വരുന്നത്. അതോടെ ആ കച്ചവടം ഇപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ് ഉറക്കൊഴിയാൻ പാടില്ല, ശരീരം വൈകാത്ത അനക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ 3ാമത്തെ അറ്റാക്കും വന്നു. 3ാമത്തെ അറ്റാക്കും കഴിഞ്ഞ് ഇരിക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ലോട് അടയ്ക്കാനൊരു മാർഗ്ഗമില്ലായിരിക്കുക. ഞങ്ങളുടെ കലാകാരന്മാർ ഈ പൊക്കം കൊണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഞങ്ങളെല്ലാവരുടെ ജീവിതം ഞങ്ങൾക്ക് വലിയൊരു ചെയ്യുന്ന പോലെയുള്ള ജോലി ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അവർ ചെയ്യുന്നതിനൊക്കെയുള്ള ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്നതിനൊക്കെയുള്ള വെയിറ്റ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പൊക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ജനിച്ചു പോയില്ലേ, ജീവിക്ക് തീർക്കണ്ടേ? ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു വികൃതിയാണ്.